السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അബൂ വബ്റത്ത് എന്ന അധ്യായത്തിൽ അഅറജുൽ മുഅനി എന്നവരുടെ ഏതാനും ചില വരികളാണ് നമുക്കിന്ന് പരിചയപ്പെടാനുള്ളത്. അഅറജുൽ മുഅനി തയ്യ് ഖബീലക്കാരനാണ്. വഖാല അഅറജുൽ മുഅനി മിൻ തയ്യ് വയുക്ന അബാ ബുർദ. അബൂ ബുർദത്ത് എന്നും ശേഷം പറയുന്നുണ്ട് അബൂ ബർസത്ത് എന്നും ഒക്കെ സ്ഥാനപ്പേരുള്ള ഓമനപ്പേരുള്ള അൽ അഅറജുൽ മുഅനി. ഇവിടെ സാധാരണ രണ്ട് വരിയാണല്ലോ ഉണ്ടാവാറ്, ഇവിടെ ഒറ്റ വരിയാണ്. മസ്തൂർ റജ്സാണ്, ഒറ്റ വരിയിലാണ് ഇവിടെ ഷെയർ ഉള്ളത്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ പേര് തന്നെ ഷജാഅത്ത് അറിയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അബൂ ബുർദത്ത് എന്നും അല്ലെങ്കിൽ അബൂ ബർസത്ത് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ മതി, എന്ത് ചെയ്യും, ലോകം അല്ലെങ്കിൽ ആ പരിസരം ആകെ വറച്ചു പോകും. പേര് പറയണം എന്നില്ല. മാത്രമല്ല, ശത്രുക്കളെ അടുത്തൊക്കെ അകപ്പെടുമ്പോൾ അദ്ദേഹത്തെ പറഞ്ഞാൽ ശത്രുക്കള് ആളെന്തെയും വിട്ടുകളയും. അപ്പൊ ഭീതിപ്പെടുത്തുന്ന സന്ദർഭത്തിൽ ഞാന് അബൂ ബർസത്താണ് എന്ന് അദ്ദേഹം പറയാം. അതേപോലെ അദ്ദേഹത്തിന്റെ ഷജാഅത്തും അദ്ദേഹത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ബൈത്തിൽ ഉടനീളം അദ്ദേഹം പറയുന്നത്. അന അബൂ വബ്റത്തിൻ ഇത് ജദ്ദൽ വഹൽ ഖുലിഖ്തു ഗൈറ സുമ്മലിൻ വലാ വക്കൽ ദാ ഖുവ്വത്തിൻ വദാ ശബാബിൻ മുഖ്തബൽ لا جزع اليوم على قرب الأجل الموت أحلى عندنا من العسل نحن بنو لبة أصحاب الجمل نحن بنو الموت إذ الموت نزل ننعى ابن عفان بأطراف الأسل ردوا علينا شيخنا ثم بجل. അദ്ദേഹം പറയാണ്, അന അബൂ വബ്റ, ഞാന് അബൂ വബ്റത്താണ്. ഇത് ജദ്ദൽ വഹൽ. വഹൽ എന്ന് പറഞ്ഞാൽ പേടി, ഖൗഫ്, പേടി ശക്തമാവുന്ന സമയത്ത് ഞാൻ അബൂ വബ്റത്താണ് എന്ന് വെച്ചാൽ, അബൂ വബ്റത്ത് എന്ന പേര് പറഞ്ഞാൽ തന്നെ പിന്നെ വിറച്ചുപോകും ആളുകൾ. അതല്ലെങ്കിൽ ശത്രുക്കളുടെ ഇടയിൽ അകപ്പെടുമ്പോ എന്റെ പേര് പറഞ്ഞാൽ മതി, ഞാന് അബൂ ബർസത്തിന്റെ ആളാണ് അല്ലെങ്കിൽ അബൂ ബർസത്തിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും, അവര് രക്ഷപ്പെടുത്തിക്കളയും. അത്തരം പേരും പ്രശസ്തിയും ഉള്ള ആളാണ് ഞാന്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഖുലിഖ്തു ഗൈറ സുമ്മലിൻ വലാ വക്കൽ. എന്നെ സൃഷ്ടിക്കപ്പെട്ടത് ലഈഫായിട്ടല്ല. സുമ്മൽ എന്ന് പറഞ്ഞാൽ ളുഅഫ്. സുമ്മൽ എന്നാൽ നേരെ അർത്ഥം എന്താണ്, പിന്നെ ധരിക്കുന്ന തുണി കൊണ്ട് തന്നെ പുതക്കുന്ന ആക്കാണ് ശരിക്ക് സുമ്മൽ. അപ്പൊ ഒരു മോശത്തരാണല്ലോ. എന്ന പോലെ ളുഅഫ്, ഒരു ഭീരുത്വ സ്വഭാവം ഉള്ള ആളല്ല ഞാനെന്തല്ല ജബാൻ അല്ല. വലാ വക്കൽ, മറ്റുള്ള ആളുകളിലേക്ക് ആശ്രയിക്കുന്ന ആളും അല്ല. നേരത്തെ ഒന്നാമത്തെ ബൈത്തിൽ പറഞ്ഞത് അദ്ദേഹം പേരുകൊണ്ട് തന്നെ പ്രശസ്തിയുള്ള ആളാണ്. മറ്റുള്ള ആളുകളുടെ ഇടയിൽ പോലും പേര് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി കളയുന്ന അത്രയും പേരുള്ള ആളാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ലഈഫായ ആളല്ല, ഭീരുവല്ല, മറ്റുള്ള ആളിലേക്ക് ഞാൻ ആശ്രയിക്കുന്ന ആളല്ല, എന്നിലേക്ക് പലരും ആശ്രയിക്കുന്നുണ്ട് എന്നർത്ഥം. വീണ്ടും പറയുന്നു, ദാ ഖുവ്വത്തിൻ വദാ ശബാബിൻ മുഖ്തബൽ. അദ്ദേഹം ദാ ഖുവ്വത്തിൻ, നല്ല ശക്തനാണ്. അദ്ദേഹം ശക്തൻ. നേരത്തെ ലഈഫല്ല എന്ന് പറഞ്ഞ ശാരീരികമായി പിന്നെ എന്താ പറയാ, പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്ത ആളാണ് എന്നർത്ഥം. ഇപ്പൊ പറഞ്ഞ നല്ല ശക്തനാണ്. ദാ ഖുവ്വത്തിൻ വദാ ശബാബിൻ മുഖ്തബൽ, നല്ല യുവാവാണ്. യുവാവ് എന്ന് പറഞ്ഞാൽ യുവത്വത്തിന്റെ തുടക്കം, ആ പ്രസരിപ്പ്, നല്ല ശക്തനായ യുവാവ് എന്നാണ് മുഖ്തബൽ എന്ന് പറഞ്ഞാൽ. യുവത്വം തുളുമ്പുന്ന കാലഘട്ടം,
അതിനേക്കാണ് എന്ത് പറയാ, മുക്തബൽ എന്ന് പറയും. ലാ ജസഅൽ യൗമ അലാ ഖുർബിൽ അജൽ, എനിക്കിന്നൊരു ഒരു പേടിയുമില്ല, ഒരു വിഷമും ഒരു പൊറുതിയോടുമില്ല. അലാ ഖുർബിൽ അജൽ, അജൽ അടുക്കുന്നതിന് മേലില്, മരണം സംഭവിക്കുന്നതിന് മേലില് എനിക്കെന്തില്ല, ഒരു പേടിയും ഇല്ല. അൽ മൗതു അഹ്ലാ ഇൻദനാ മിനൽ അസൽ, മരണം എനിക്ക് ഏറ്റവും മധുരമേറിയതാണ് തേനിന്റെ മാധുര്യത്തെക്കാൾ. എന്ന് വെച്ചാൽ മരണം നമ്മുടെ ആവശ്യമനുസരിച്ച് മരണം നമ്മിലേക്ക് വരുന്നതാണ്. അത് പേടിച്ചിട്ട് മരണത്തിൽ നിന്ന് മാറിപ്പോകുന്ന ആളല്ല. അതാണ് തേനിനേക്കാൾ, തേനിന്റെ മാധുര്യത്തെക്കാൾ എനിക്ക് മരണം ഏറ്റവും നല്ല രുചിയുള്ളതാണ്. എന്നിട്ട് പറയാണ്, നഹ്നു ബനൂ ലബ്ബത്തിൻ, ഞങ്ങൾ ബനൂ ലബ്ബത്ത് എന്ന കുടുംബക്കാരാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അഖുസ്സു അസ്ഹാബൽ ജമൽ, നമ്മൾ മദ്ഹ് ചെയ്യുന്നു അസ്ഹാബൽ ജമൽ എന്നാണ്. അസ്ഹാബ എന്ന് നസ്ബാവും, അല്ലെങ്കിൽ ബദലായിട്ട് നഹ്നു ബനൂ ലബ്ബത്തിൻ അസ്ഹാബുൽ ജമൽ. ജമൽ യുദ്ധത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ ഖിസാസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് രംഗത്തിറങ്ങിയ ആളുകളാണ്. നഹ്നു ബനുൽ മൗത്തി ഇദൽ മൗതു നസൽ, ഞങ്ങള് മരണത്തിന്റെ ആളുകളാണ്, മരണത്തെ പേടിക്കാത്തവരാണ്. മരണം ഇറങ്ങുമ്പോ, മരണം അത് അല്ലാഹു തആലയുടെ വിധി അനുസരിച്ച് വരും, അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് മരണത്തിൽ നിന്ന് പേടിച്ച് ഓടുന്നവരല്ല ഞങ്ങള്, ഭീരുക്കളൊന്നും അല്ല. മരണം വരുമ്പോ ഞങ്ങള് ധൈര്യമായിട്ട് അതിനെ വരവേൽക്കുന്നവരാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നൻഅബ്ന അഫ്ഫാന, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്ത് വാർത്ത നാട്ടിൽ മുഴുവനും വിളിച്ചു നടന്ന് ഞങ്ങൾ അറിയിക്കുന്നു. എന്തുകൊണ്ട്? ബി അത്റാഫിൽ അസൽ, കുന്തങ്ങളുടെ തല കൊണ്ട്. എന്നുവെച്ചാൽ ഖിസാസ് എടുക്കാൻ വേണ്ടി അവര് അങ്ങേയറ്റം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി യുദ്ധം വരെ സംഘടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ജാഹിലിയ കാലത്തെ സമ്പ്രദായത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറയാം. എന്ത്? ജാഹിലിയ കാലത്ത് കാര്യപ്പെട്ട രാജാക്കന്മാരോ വലിയ ആളുകളൊക്കെ പ്രശസ്തരൊക്കെ മരണപ്പെടുമ്പോ നാട് നീളെ അത് നടന്ന് എന്ത് ചെയ്യും, പ്രഖ്യാപിക്കും. അതിന്റെ അനൗൺസ്മെന്റ് ചെയ്യും. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, ഞങ്ങള് ആ പ്രവണത ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കുന്തങ്ങളുടെ അത്റാഫ് കൊണ്ടാണ്, തല കൊണ്ടാണ് ഞങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് വാർത്ത അറിയിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, റുദ്ദു അലൈനാ ശൈഖനാ തുമ്മാ ബജൽ, ഞങ്ങളിലേക്ക് ഞങ്ങളെ ഷെയ്ഖാകുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ തിരിച്ചു തരിക. സംഭവിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ തിരിച്ചു തന്നാലേ ഞങ്ങൾക്ക് തൃപ്തിയാവുള്ളൂ എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് മുഹാലായ ഒരു കാര്യത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് പറയാം, റുദ്ദു അലൈനാ ശൈഖന, ഞങ്ങളുടെ ഷെയ്ഖ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചു തരൂ നിങ്ങള്. തുമ്മാ ബജൽ, എന്നാൽ പിന്നീട് ഞങ്ങൾക്ക് അത് മതി, അതിന്റെ അപ്പുറം ഞങ്ങൾക്കൊരു ആഗ്രഹവും ഇല്ല. ഇത് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അത്തരം ആ കാര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. അതിന് ഖിസാസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ സമയത്ത് വെല്ലുവിളിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം പറയാണ്. അദ്ദേഹത്തിന്റെ ശക്തി ആദ്യം തെളിയിച്ച് എന്നിട്ട് അദ്ദേഹം വെല്ലുവിളി നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.